Hello Makalai, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband Vasu. வணக்கம். ஓகே, ப்ரீவியஸ் பார்ட் பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கல, நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுற போய் பாருங்க. இப்போ இந்த பார்ட்டுக்குள்ளே போயிடலாம். இவர் தான்ப்பா அந்த தேவதாஸ். ഇത് CBI DSP മിസ്റ്റർ സേതുരാമയ്യർ സ്വാമിയാണല്ലേ? How do you do? ഇത് അപ്പോഴുള്ള ഈ ഫേമസ് പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കുമാരപുരം പഞ്ചായത്തിന്റെയും കേരള ആരോഗ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നിങ്ങളുടെ രക്തം പരിശോധിക്കുക, മലമ്പനി തടയുക, നാളെ മുതൽ ഒരാഴ്ച കാലത്തേക്ക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥന്മാർ, നാട്ടുകാരെ നിങ്ങൾ ദയവായി സഹകരിക്കുക, നിങ്ങളുടെ രക്തം പരിശോധനയ്ക്ക് വിധേയമാക്കുക. தண்ணி விட்டு தான் வந்திருக்காங்க. സ്റ്റേഷൻ നഗരം இல்லையா? ഏതൊക്കെയാ മുറികള്? ഒന്ന് ഇതാണ് സാർ, ഒന്ന് മുകളില്. വിക്രം, ഇതങ്ങ് മേലെ കൊണ്ടു. ரெண்டு பேருமே பயங்கர ஸ்லிம்மா இருக்காங்கப்பா. CBI ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി നിറഞ്ഞ പിന്നെ അപ്പച്ചന് വല്ലാത്തൊരു ഭയം. എന്തിനാ ഭയപ്പെടുന്നത്? അവരെത്ര ചോദിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റും. அந்த குக்கிங் லேடி கிட்ட ஏதாவது கண்டென்ட் கிடைக்கும், ஸ்ரீதரன் கிட்ட கிடைக்கும். സാധനം തിന്നുന്നവനെ ഒക്കെ മർഡർ കേസ് അന്വേഷിക്കാൻ വിട്ടാ വല്ലതും. டிரைவர் வாசு கிட்ட கிடைக்கும். സാറ് അവരെ കണ്ടോ? കണ്ടു, പരിചയപ്പെട്ടു. DIG ഓഫീസിൽ വെച്ച്. സണ്ണി അകത്തുണ്ട്, അങ്ങോട്ട് കൊടുത്തേക്ക്. என்னது ഷാർക്കാ. എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? തരക്കേടില്ലായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. ശരി, ഞാൻ ഇറങ്ങുന്നു. താനിങ് വന്ന് അപ്പോഴേ താൻ ആ ബാക്കിയൊന്നും ഏർപ്പാട് ചെയ്ത് തരണം. ഇന്നാള് തന്നല്ലേ? തന്നു, ഇനിയും തരണം. ഇതിനങ്ങനെ റേറ്റ് ഒന്നുമില്ല. ഇതിനൊരു അവസാനമില്ലേ? എനിക്ക് വയ്യ അവസരത്തിനോട് പറയാം. അതൊന്നും പറഞ്ഞാൽ നടപ്പില്ല. എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് കിട്ടണം. പിന്നെ കൊലപാതകം ആത്മഹത്യയാക്കാനും ആത്മഹത്യ കൊലപാതകമാക്കാനും എനിക്ക് കഴിയും. ഏതായാലും നാളെ ഉച്ചയ്ക്ക് ഞാൻ തന്നെ വിളിക്കും. എന്നെ വിളിക്കണ്ട, തന്നെ മാത്രമേ വിളിക്കൂ. വണ്ടി ഇടറോ? എന്താടോ? ഒന്നുമില്ല. എനിക്കറിയാവശ്യപ്പെട്ട അയാൾ എന്താ പറഞ്ഞതെന്ന്. അയാൾ മെയിൻ റോഡിൽ 10 സെന്റ് സ്ഥലവും ഒരു ബിൽഡിംഗും വാങ്ങിക്കാൻ കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേയ്മെന്റ് അടുത്ത് കാണും. ഞാനും ഇറങ്ങുക. അപ്പോഴേ ഔസേപ്പച്ച, എന്റെ അംബാസഡർ പണി കഴിഞ്ഞ് വർഷാപ്പിൽ കിടക്കുക. അയാൾ ഇന്നും വിളിച്ചിരുന്നു. എനിക്ക് അല്പം സാവകാശം തരേണ്ട അലക്സേ, ഞാൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഔസേപ്പച്ച? ഞാൻ രാവിലെ മോനെ ആഫീസിലോട്ട് അയക്കും. എടോ, താൻ കൂടെ വാ, എന്നെ ഒന്ന് വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തേക്ക്. ചെല്ലേ. இவங்களெல்லாம் வந்து மிஸ்ட்ரீட் பண்ண ஆரம்பிச்சிட்டாங்களா? அப்புறம் பிரச்சனை மாட்டிட்டாங்கல்ல. ആ എസ്റ്റേറ്റ് വാങ്ങാൻ വരാമെന്ന് പറഞ്ഞവന്മാരെ കണ്ടില്ലല്ലോ. നാളെ നീ ഇവനും കൂടെ അവിടെ വരെ ഒന്ന് പോണം. അന്ന് നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും വേണ്ടി. എന്തിനാ അപ്പച്ച അങ്ങനെ വെക്കുന്നത്? ആവശ്യക്കാർ ഇങ്ങോട്ട് വരട്ടെ. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ ഒരുത്തം കാരണമാ. ஏன் அவரை യോണിക്കുട്ടി, നീ അവിടെ പോയി അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം. അസലായിരിക്കുന്നു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എന്ന് തന്നെ മതി അല്ലേ വിക്രം? അതെ അതെ. എന്നും ഇത് മതിയെന്ന് അദ്ദേഹം പറയും. പക്ഷെ ഞങ്ങൾക്ക് വല്ലോ ഇച്ചിരി കടിച്ചു പറിക്കണം. കടിച്ചു പറിക്കാനുണ്ട്. എടോ, ഇച്ചിരി മീൻ ഇറച്ചി വേണം. വിക്രം, നാളെ നമ്മുടെ ജോലി ആരംഭിക്കണം. ഐ വിൽ എക്സ്പ്ലെയിൻ ദ മോഡസ് ഓപ്പറാൻഡി. അതായത് നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്നത് 3 സ്റ്റേജുകളിലായിട്ടായിരിക്കണം. ആദ്യമായിട്ട് നമുക്ക് അന്വേഷിക്കേണ്ടത് ക്രൈം 25/86 ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഏതെങ്കിലും വിധത്തിലുള്ള കറപ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ CBI കേസ് അന്വേഷിക്കുന്നതിൽ പ്രസക്തിയുള്ളൂ. അന്വേഷണത്തിന്റെ 2ാം ഘട്ടം ഓമനയുടെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ളതാണ്. ആത്മഹത്യയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പം തീരും. മറിച്ച് കൊലപാതകമാണെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള തലവേദന ആരംഭിക്കാൻ പോകുന്നത് അപ്പോഴാണ്. അവിടെ നമ്മുടെ അന്വേഷണത്തിന്റെ 3ാം ഘട്ടം ആരംഭിക്കും. നമുക്ക് കിട്ടിയിട്ടുള്ള പോലീസിന്റെ കേസ് ഡയറിന്ന് ഏറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഏത് കേസും വളച്ചൊടിക്കാൻ മിടുക്കന്മാരായ സാറന്മാരാണ് ഈ കേസ് അന്വേഷിച്ച് റെഫർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തലവേദന ഇപ്പോഴേ പതിവ് കഴിക്കാത്തതിൻ്റെതാ. പറയുന്നത് ശ്രദ്ധിക്ക്. നാളെ നിങ്ങൾ ഈ നാട്ടിൻ പുറത്ത് ആകെ ഒന്ന് കറങ്ങണം. ഔസേപ്പച്ചന്റെ ബിസിനസിനെ കുറിച്ചും മറ്റും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. കഴിയുമെങ്കിൽ അയാൾക്ക് ഏതൊക്കെ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്, ആരൊക്കെയാണ് അയാളുടെ അടുത്ത സുഹൃത്തുക്കള് എന്നൊക്കെ. ഞാൻ അത് രാവിലെ ഈ കേസ് ആദ്യം അന്വേഷണം നടത്തിയിരുന്ന DYSP മിസ്റ്റർ വർമ്മയെ കാണാൻ പോകും. ഹാരി ഇവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോകണം. ஒயிட் ஷர்ட் ஒரு பொட்டு வச்சிட்டு பயங்கரமா இருக்காரு. ഞാൻ സേതുരാമൻ, CBI എന്നാണ്. താങ്ക്സ്. ഇവിടെ എത്തിയ വിവരം പറഞ്ഞു. കേസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. മാത്രമല്ല 1-2 ഡൗട്ട്സ് ഒക്കെ ഉണ്ടായി. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയിൽ എന്തോ കോൺട്രഡിക്ഷൻസ് ഉള്ളതായിട്ട് ആ കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞു. സാർ ആ ഡോക്ടർ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നോ? അതിനു മുൻപ് അവരെന്നെ തട്ടിയില്ലേ? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കണമെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിക്കാൻ. എല്ലാവരുടെ മൊഴികളിലും ഉണ്ടായിരുന്നു ലൂപ്പ് ഹോൾസ്. ഞാൻ എന്റെ ഫസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അവർക്ക് എന്റെ അന്വേഷണത്തിൽ പന്തികേട് തോന്നിക്കാണും. ഒരു സുപ്രഭാതത്തിലൊരു ഓർഡർ, എനിക്ക് റൂറലിലേക്ക് ട്രാൻസ്ഫർ. ഹോം ഡിപ്പാർട്ട്മെന്റ് അല്ലേ, പലതും നടക്കും. ആര് ചോദിക്കാനാ? മിസ്റ്റർ സേതു, ഐ വിൽ ഡു വൺ തിങ്.
എന്റെ അന്വേഷണത്തിന്റെ നിഗമനങ്ങൾ ഞാൻ എന്റെ പേഴ്സണൽ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. ഓ അതാ ഒരു ഡയറി കുറിപ്പ്. അത് ഓഫീസിലാണ്. ഞാനത് ഇവിടെ എത്തിക്കാം. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി വർത്ത് എ റെഫറൻസ്. ശരി സർ, ഞാൻ ഗസ്റ്റ് ഹൗസിൽ താമസം. പറയട്ടെ. ടൈറ്റിൽ ഭാര്യ ഇല്ലാത്തതുകൊണ്ടാ നിങ്ങൾ ആദ്യമായി വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും തരാഞ്ഞത്. ഓ ഇറ്റ്സ് ഓൾ റൈറ്റ്. മിസ്റ്റർ സേതു, Sir. എനിക്ക് കഴിയാത്തത് നിങ്ങൾക്ക് കഴിയട്ടെ. ഐ വിഷ് യു ഓൾ സക്സസ്. ஆஹா சம்திங் அதில் அவருக்கு கொஞ்சம் ஹெல்ப் பண்ணுறதுக்காச்சும் இருக்குன்னு நினைக்கிறேன். அவருக்கு மனசு தாங்கல நம்ம கேஸ் க்ளோஸ் பண்ண முடியலன்னு ஆரம்பிச்ச ஒரு வேலையை முடிக்க முடியல. യെസ് ഇരിക്കും. താങ്ക് യു. സുരേഷ് ഗോപി എவ்வளவு ഒളിയാ பார்த்ததே இல்ல. സാർ നന്നായിച്ചതാ. ടെലിഫോൺ നമ്പർ 326 and 324, കിളിവാതുക്കൽ പ്ലാന്റേഷൻസ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ടെലിഫോൺ നമ്പർ 421, കെ നാരായണൻ 388, സണ്ണി ഔസേപ്പ് 342. ഈ നമ്പറുകളും പേരുകളും ഈ എക്സ്ചേഞ്ചിൽ തന്നെ ഉള്ളതല്ലേ? അതെ. 1987 ജൂണിൽ തുടങ്ങി ആ. നവംബർ വരെ ഈ നമ്പറുകളിൽ നിന്നും വിളിച്ചിട്ടുള്ള ട്രങ്ക് കോളുകളുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അതിപ്പോ ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ലേ? ഉണ്ട്. അതിന്റെ കോപ്പി മതി. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി തരുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷെ ഒറിജിനൽ കണ്ടുപിടിക്കാൻ സ്വല്പ സമയമെടുക്കും. അത് സാരമില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വിൽ വെയിറ്റ്. ഓക്കെ. ആ റെക്കോർഡ് റൂമിന്റെ താക്കോലേക്ക് കൊണ്ടുവരൂ. മിസ്റ്റർ ഹാരി എവിടെ താമസം? ഗസ്റ്റ് ഹൗസിലാ. 87 ஃபோனோட ட்ராக்கிங்லாம் எடுத்து பார்க்குற அளவுக்கு இருந்திருக்கு. கஷ்டப்பட்டான். கேட்ட சேஞ்ச். ജഗതി தானே ഇത്? ஆமா இப்படி இருக்காரு. എന്താ മുതലാളി ഒന്ന് കാണണം. മുതലാളി ഇവിടെ ഇല്ല. കഴിഞ്ഞല്ലോ, കണ്ടേ പറ്റത്തുള്ളൂ. ഞാനും കൂടി ഒന്ന് ഇരുന്നോട്ടെ. മനസ്സിലായില്ല. എന്റെ പേര് വിഷ്ണു നമ്പൂതിരി എന്നാ. മേമന ഇല്ലത്തൂന്നാ. അല്പ വടക്ക. BA വരെ പഠിച്ചത്. തഞ്ചാവൂർ ബാങ്കിലാണ് ജോലി. അതിന് ഞാനെന്ത് വേണം? ഞങ്ങളുടെ ബാങ്ക് ഇവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന് 4 പേരോട് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാവുന്ന കുറച്ച് അക്കൗണ്ട്സ് ഞങ്ങൾക്ക് വേണം. ഞാൻ അന്വേഷിച്ചപ്പോ KA ഔസേപ്പ് ആൻഡ് ഗ്രൂപ്പ് ആണ് ഈ സ്ഥലത്തെ പ്രഗത്ഭന്മാരെന്നറിഞ്ഞു. നിങ്ങളുടെ കമ്പനിയുടെ കുറച്ച് ബിസിനസ് ഞങ്ങൾക്ക് തരണം. അതിന് എന്നെ കണ്ടിട്ട് എന്താ കാര്യം? മുതലാളിമാരെ കാണണം. കണ്ടു. അവര് പറഞ്ഞു അവർക്ക് ഒന്നും അറിയില്ല. അവരുടെ ബിസിനസ് മുഴുവൻ സാറാണ് നടത്തുന്നത്. അത് ശരിയാ, പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റി തരുന്നവരാണ് ഓറിയന്റൽ ബാങ്കും സ്റ്റേറ്റ് ബാങ്കും. കൂടാതെ ഔസേപ്പച്ചൻ ഓറിയന്റൽ ബാങ്കിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ KA ഔസേപ്പ് ആൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ബിസിനസ് തരുന്നത്? അപ്പോ നിങ്ങളുടെ ബിസിനസ് മുഴുവൻ ഓറിയന്റൽ ബാങ്കിലാണല്ലേ? ഭൂരിഭാഗം. പിന്നെ ഗവൺമെന്റ് കോൺട്രാക്ടർ ഉള്ളത് കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ട്. സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ടോ? എന്നാലേ സാറിന്റെ ഒരു SB അക്കൗണ്ട് എങ്കിലും ഞങ്ങൾക്ക് തരണം കേട്ടോ. ഒരു ഐശ്വര്യത്തിന് വേണ്ടിയാണ്. അത് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോ ഇല്ലത്തുനിന്ന് ഇറങ്ങിയിട്ട് ഉദ്ദേശിച്ച കാര്യം അങ്ങോട്ട് സാധിച്ചു. അത് കൊള്ളാം. അവർക്ക് സംശയം തോന്നിയില്ല. സർ. അപ്പോ ഓറിയന്റൽ ബാങ്കിലാണ് അവരുടെ മെയിൻ അക്കൗണ്ട്സ് അല്ലേ? നാളെ നമുക്ക് അവിടെ പോവാം. കിട്ടിയാ? യെസ് സർ. பா செம ஸ்மார்ட்டா இருக்காரு. ഇതിൽ നാരായണന്റെ നമ്പറിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ കോളുകൾ. അതെ സർ. അപ്പൊ ചാക്കോ പറഞ്ഞത് ശരിയാ. നമുക്ക് നാരായണ ഒന്ന് കണ്ടല്ലേ? എന്താ നാരായണൻ സാറില്ലേ? ഉണ്ട്. ടെലിഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. നിങ്ങളാരാ? അനിരുദ്ധൻ, ബ്ലോക്ക് ഓഫീസിൽ നിന്ന്. അദ്ദേഹത്തെ ഒന്ന് കാണണം. സാറ് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണെന്നേ. വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞേ. ചെല്ല്. ആ ഡോക്ടറോ? ഡോക്ടർ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞേ. അയ്യോ ഡോക്ടർ എന്താ പേടിക്കുന്നേ? ധൈര്യമായിട്ടിരിക്കണം. ഇവിടെ ഗസ്റ്റ് ഹൗസിലാ താമസം. ഒരു പട്ടരാ. സേതുരാമനോ പട്ടാഭരാമനോ അങ്ങനെ തന്നെ പേര്. കൂടെ ആരൊക്കെയോ ഉണ്ട്. എന്ത് പട്ടരിൽ പൊട്ടനല്ലോ? എന്റെ ഡോക്ടറെ ഇപ്പൊ സൂക്ഷിക്കാൻ ഒന്നുമില്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ ഉള്ളത് മുഴുവൻ പേടാ. ഇല്ല, ഇവിടെ വന്നില്ല. അവിടെയും ചെന്നില്ലെന്നാ ഔസേപ്പച്ചൻ പറഞ്ഞത്. ഓ, എന്ത് സംഭവിക്കാനാ? ഔസേപ്പച്ചന് കുറെ കാശ് കൂടെ ചെലവാകും. ഓ പിന്നെ CBIക്ക് എന്താ കാശ് കഴിക്കുവോ? ശരി ശരി, എന്നാ വയ്ക്കട്ടെ. പിന്നെ കാണാം. இன்னொரு ஸ்ட்ராங் ஆயிடுச்சு இது விசாரிக்கிறதுக்கு. കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ബ്ലോക്കിൽ TNTD വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മേൽത്തരം വാഴത്തൈകളും വന്നിട്ടുണ്ട്. പട്ടാഭിരാമൻ സാറാണ് എന്റെ ചാർജ്. മിസ്റ്റർ പട്ടാഭരാമൻ. പട്ടാഭിരാമനല്ല, സേതുരാമൻ. പട്ടര ബ്ലോക്ക് ഓഫീസിൽ നിന്നല്ല, CBI ന്നാ. ഇരിക്കൂ. മിസ്റ്റർ നാരായണന് മന്ത്രിമാർക്കിടയിലൊക്കെ നല്ല സ്വാധീനമാണല്ലേ? ഏയ്, ആര് പറഞ്ഞു? ഞാനൊരു പാവമാണ് സർ. ഒരിക്കൽ അസംബ്ലി ഇലക്ഷനിൽ തോറ്റു. അതാണ് എനിക്ക് രാഷ്ട്രീയവുമായി ആകെയുള്ള ബന്ധം. നിങ്ങൾ മന്ത്രിമാരെയും അവരുടെ PAമാരെയും മറ്റും പലപ്പോഴും അവർ താമസിക്കുന്ന വീടുകളിലേക്കും ഗസ്റ്റ് ഹൗസിലേക്കും ഒക്കെ വിളിച്ചിട്ടില്ലേ? ആരാണ് സാർ എന്നെ പറ്റി വേണ്ടാത്ത അസംബന്ധമൊക്കെ പറഞ്ഞു തന്നത്? എനിക്കൊരു മന്ത്രിയും പരിചയമില്ല. ഞാൻ ആരെയും വിളിച്ചിട്ടുമില്ല. 388 നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലേ? അതെ. ഈ നമ്പറിൽ നിന്നും വിളിച്ചിട്ടുള്ള ട്രങ്കോൾ ബില്ലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണത്.
അതിൽ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പല ഗസ്റ്റ് ഹൗസുകളുടെയും ഫോൺ നമ്പറുകളാണ്. നിങ്ങൾ വിളിച്ച ദിവസങ്ങളിൽ മന്ത്രി അവിടെ ഉണ്ടായിരുന്നതായി ഞങ്ങളുടെ പക്കൽ തെളിവുകളുണ്ട്. നീല മഷിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് മന്ത്രിയുടെയും മന്ത്രിയുടെ PA-യുടെയും IG-യുടെയും ഒക്കെ തിരുവനന്തപുരത്തെ റെസിഡൻസ് നമ്പറുകളാണ്. ഇപ്പൊ എന്തു പറയുന്നു മിസ്റ്റർ നാരായണൻ? രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഒരു സ്വാധീനവുമില്ല അല്ലേ? ജൂൺ 30 മുതൽ നവംബർ 30 വരെ ഈ നമ്പറിൽ നിന്നും ചെയ്തിട്ടുള്ള ട്രങ്ക് കോൾ ബില്ലുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് അതിലുള്ളത്. ഔസേപ്പച്ചന്റെ മരുമകൾ ഓമനയുടെ മരണം ജൂൺ 29 തീയതിയായിരുന്നു. ഔസേപ്പച്ചൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഈ മരണം ആത്മഹത്യയായിട്ട് റെഫർ ചെയ്യപ്പെട്ടത്. ഇതിലൊന്നും ഒരർത്ഥവുമില്ലേ മിസ്റ്റർ നാരായണൻ? ആടിയിട്ടാரு ഫസ്റ്റ് ജിൻകേസ് ആയിട്ടേ പോകുന്നവർക്ക്. നാരായണ, തന്റെ വണ്ടി ഇപ്പോഴും റോങ് സൈഡിൽ തന്നെ. നിങ്ങളല്ലേ പറഞ്ഞത് ഒന്നും പേടിക്കാനില്ല, ഒരു ചുക്കും സംഭവിക്കില്ല എന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്തായി? എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഇയാളുടെ കുഴപ്പം കൊണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു? മന്ത്രിമാരെ പരിചയമില്ലെന്ന് താനും നിന്നോട് അവരോട് പറഞ്ഞത്. പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലേ? ഒലക്കേടെ മൂട, ഇയാൾ ഒരു മരമണ്ടനാ. ഒരു പരിചയമില്ലാത്തവനും വെറുതെ ഒരു അന്തസ്സിന് വേണ്ടി പറയും 4 മന്ത്രിമാരെ പരിചയമുണ്ടെന്ന്. മന്ത്രിമാരെ കാണുന്നതും സംസാരിക്കുന്നതും തെറ്റാണെന്ന് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. താനൊരു പൗരപ്രമാണിയാണ്, സമുദായ നേതാവാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ്. മന്ത്രിമാരെ കാണും, സംസാരിക്കും. അതിന് CBIക്ക് എന്ത് കോപ്പാടോ? അതെ, അവർക്കെന്ത് കാര്യം? എന്നോടല്ല ചോദിക്കേണ്ടത്, അവരോടായിരുന്നു. ചോദിച്ചില്ലല്ലോ. നാരായണൻ എവിടെ കുഴപ്പം പറ്റിയെന്നറിയാവോ? ആദ്യം അവര് ചോദിച്ചപ്പോ ആരെയും പരിചയമില്ലെന്ന് പറഞ്ഞു. അവര് തെളിവ് കാണിച്ചപ്പോ നിങ്ങൾക്ക് ഉത്തരവില്ലെന്നായി. അവര് നിങ്ങളെ ഭംഗിയായി കുരുക്കി. ആദ്യമേ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അവർ വന്ന പാടെ അങ്ങ് പോകുമായിരുന്നു. അപ്പോഴേ അവരിനി നിങ്ങളെയും കാണാൻ വരും. പല തന്ത്രങ്ങളും ഉപയോഗിക്കും. വഴങ്ങരുത്. അവരിനി എപ്പോഴാണാവോ എന്റെ അടുത്തേക്ക് വരുന്നത്? ഞാനും 2 മാസത്തെ ലീവ് എടുത്താൽ എന്താന്ന് ആലോചിക്കുക. ഓറിയന്റൽ ബാങ്കും ഔസേപ്പച്ചന്റെ ഓഫീസും പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണത്തിന്റെ 1ാം ഘട്ടം അവസാനിച്ചു എന്ന് പ്രതീക്ഷിക്കാം. DYSP ദേവദാസ് ഇവിടെ മെയിൻ റോഡിനടുത്ത് 10 സെന്റ് സ്ഥലവും ഒരു കെട്ടിടവും വാങ്ങാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രോക്കർ എന്നോട് പറഞ്ഞ. അത് അയാളുടെ പേരിലായിരിക്കാൻ സാധ്യതയില്ല. We shall show necessary records. താങ്ക് യു സർ. Please wait. ചെക്ക് ഞാൻ വീണ്ടും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് കളക്ഷന് പോയിരിക്കുക. പാസ്സായി വരാൻ അല്പം സമയം എടുക്കും. ഇവരത് പറയാറിയേ. ആ ക്യാഷിലിരിക്കുന്ന പയ്യനില്ലേ, അത് കഴക്കൂട്ട ചന്ദ്രശേഖരന്റെ മകൻ ഗോപാലനല്ലേ? ഏയ് അല്ല, അത് നമ്മുടെ മുത്തയ്ക്ക് ദേവേന്ദ്ര പയ്യയുടെ മകൻ രാമാനന്ദ പയ്യാണ്. എന്താ ചോദിച്ചത്? ഒന്നുമില്ല, എവിടെയോ വെച്ച് കണ്ടുമരുന്ന മുഖം. அவர் பெரிய ஸ்லாங் மாதிரி. അത് മനസ്സിലോട് ചോദിച്ചു. ഹലോ, എന്നെ അന്വേഷിച്ചിരുന്നോ? ആരന്വേഷിച്ചു? ഞാൻ കഴക്കൂട്ടൻ ചന്ദ്രശേഖരന്റെ മകൻ ഗോപാലൻ. പണ്ട് അന്വേഷിച്ചു. So ഇവരാണ് ഗോപാലനാ? എക്സ്ക്യൂസ് മീ. യെസ്. ഒരു 100 രൂപയുടെ ചേഞ്ച് തരുമോ? அப்போ 100 ரூபா பெருசு இல்ல. പയ്യനല്ലേ പേര്? അതെ. ഫാദറിന്റെ മൊസൈക്ക് ബിസിനസ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു? ഓ, ഇപ്പൊ സ്വല്പ ഡള്ളാണ്. എന്താ ഫാദറിനെ അറിയോ? പിന്നെ അറിയുമോ, ഞങ്ങള് പഴയ സുഹൃത്തുക്കളല്ലേ. ഈ കഴിഞ്ഞ മാസം കണ്ടപ്പോഴും പറഞ്ഞു മകന് ബാങ്കിലാ ജോലി. കഴിഞ്ഞ മാസം? അതെ. അയ്യോ, അച്ഛൻ മരിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. 4 വർഷം? Oh my God. ഓക്കെ, ഇന്ന് അളന്നിരിക്കുന്നു. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. എപ്പോഴാ അങ്ങോട്ട് വിളിക്കുന്നതെന്ന് ആർക്കറിയാം. വൈദ്യ മിസ്റ്റർ പൈ, ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടോ? ഉണ്ടല്ലോ. എനി പ്രോബ്ലം വിത്ത് ഡീലിംഗ് ഓഫ് ഇറ്റ്? ഈ ലെഡ്ജർ ബുക്ക് ഞങ്ങൾക്കൊന്ന് കൊണ്ടുപോകണമല്ലോ. സാർ, അത് ഞങ്ങൾക്ക് ഡെയിലി യൂസിനുള്ള. ആരും ഒരു കാര്യം ചെയ്യും. യെസ് സർ. യു ടേക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദി പർട്ടിക്കുലർ. ഓക്കെ സർ. ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ ഈ ബുക്കുകൾ കൂടുതൽ ഹാജരാക്കേണ്ടി വരും. ശരി സാർ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന വിവരം നിങ്ങൾ മാത്രമേ അറിയൂ. ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് മീ. ശരി സാർ. താങ്ക് യു വെരി മച്ച്. ഹരി, മിസ്റ്റർ വിക്രം, നൗ വി വിൽ ഗോ ടു ഔസേപ്പച്ചൻസ് ഓഫീസ്. ഞാൻ വിക്രം അല്ല സർ, വിഷ്ണു നമ്പൂതിരി. മേമന ഇല്ല. യു ക്യാൻ ഗെറ്റ് ഇറ്റ്. നമസ്കാരം. വരണം. യു പ്ലീസ് കം. ഹൗ ഡു യു ഡു? How do you do? എന്താ ബ്രാഞ്ച് ഒക്കെ തുടങ്ങിയോ? ഇന്ന് തുടങ്ങും. ഞങ്ങളുടെ മാനേജർ വന്നിട്ടുണ്ട്, ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. പരിചയപ്പെടാമല്ലോ. വിത്ത് പ്ലഷർ. ഹലോ, ഐ ആം കൃഷ്ണൻ, ചീഫ് അക്കൗണ്ടന്റ്, കെ ഔസേപ്പാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. I am K. Seduramayar from CBI. ഓ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. Central Bureau of Investigation. പുടിച്ചിട്ടാங்க. തഞ്ചാവൂർ ബാങ്ക് എന്നോ കുംഭകോണം ബാങ്ക് എന്നോ മറ്റോ ആണല്ലോ. കുംഭകോണം തഞ്ചാവൂർ ഒന്നും അല്ല. I am also from CBI. സബ് ഇൻസ്പെക്ടർ വിക്രമൻ. പിന്നെ മിസ്റ്റർ കൃഷ്ണൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ ചില അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് പരിശോധിക്കാം. എന്ത് കാര്യത്തിനാ? അത് ബോധ്യപ്പെടുത്തണം. വേണ്ട. വിക്രം, പ്രൊസീഡ്. Yes sir. തഞ്ചാവൂർ കുംഭകോണം ഇത്. Sir, we have got a lot of problems from sale tax and income tax people. There was a raid last week. You know what happened? മിസ്റ്റർ കൃഷ്ണൻ, ഇംഗ്ലീഷ് വേണ്ട, മലയാളം മതി. അതാ കേൾക്കാൻ കുറച്ചുകൂടെ സുഖം. Yes sir, I am coming to Malayalam. മിസ്റ്റർ കൃഷ്ണൻ, നിങ്ങളുടെ 87-88 ലെഡ്ജർ ബുക്കും ക്യാഷ് ബുക്കും എടുക്കുക. അത് ആഡിറ്ററുടെ അടുത്ത് പോയിരിക്കുകയാണ് സർ. നിങ്ങൾ എടുക്കുന്നോ അതോ ഞാൻ എടുപ്പിക്കണോ? വേണ്ട സർ, ഞാൻ എടുക്കാം. ഐ വിൽ ടേക്ക്. ഒന്നുമില്ലേ? അതോട് സർ,
ചെക്ക് നമ്പർ 006848 ഒരു 30,000 രൂപ ഓറിയന്റൽ ബാങ്കിൽ നിന്നും 10/7/87 ഡ്രോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ ബുക്കി വരവ് വെച്ചിട്ടില്ല സാർ അത് പിന്നെ യു നോട്ട് ദാറ്റ് ആൻഡ് സീസ് ദ ബുക്ക്. യെസ് സർ. എന്താ ഇവിടെ ആരാ ഇവരെല്ലാം? CBI-കാരാ. സാറ് വന്നത് നന്നായി. ഇവരെന്നെ ഭീഷണിപ്പെടുത്തി ബലാത്കാരമായിട്ട് ബുക്കുകൾ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സാർ ഇത്? മനസ്സിലായില്ലേ? ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആദ്യം ഒരു വർമ്മയായിരുന്നു, പിന്നെ ഒരു ദേവദാസ് വന്നു, ഇപ്പൊ നിങ്ങളും. വീട്ടിലായാലും ഓഫീസിലായാലും എനിക്കൊരു സ്വൈരവുമില്ല, സ്വസ്ഥതയുമില്ല. എന്നോട് ഇങ്ങനെ പക തീർക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്റെ വീട്ടിൽ മരണം നടന്നു, അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലോ. ഞാനും ഈ നാട്ടിലൊരു പൗരനാണ്, ഇന്ന് രണ്ടിലൊന്നറിയണം. മിസ്റ്റർ ഔസേപ്പ്, ഒച്ച വെച്ചുകൊണ്ട് കാര്യമില്ല. കാണേണ്ടത് ഞങ്ങൾ കാണും, പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. വിക്രം, കഴിഞ്ഞോ? യെസ് സർ. ഒന്ന് മാറിയുന്നേ. മൊത്തം 3,60,000 രൂപയുടെ ക്യാഷ് ഡ്രോയിങ്സ് ഇത് വരവ് വെച്ചിട്ടില്ല. ഞങ്ങൾ ഈ ബുക്കുകൾ കൊണ്ടുപോവാണ്. തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. കമാ. സാർ these people ഈ അന്വേഷണത്തിന്റെ 1ാം ഘട്ടം അവസാനിച്ചു. നാരായണന്റെ ടെലിഫോൺ ബില്ലുകളും ഔസേപ്പച്ചന്റെ അക്കൗണ്ട്സിലുള്ള മിസ്അപ്രോപ്രിയേഷൻസും ഈ കേസിന്റെ അന്വേഷണത്തിൽ കറപ്ഷൻ നടന്നിട്ടുള്ളതിനെ ന്യായീകരിക്കുന്നു. നാളെ അന്വേഷണത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നു ഔസേപ്പച്ചന്റെ വീട്ടിൽ. അതിനു മുമ്പ് DYSP ദേവദാസിനെ ഒന്ന് കാണണം. അതുകൊണ്ട് കാര്യമുണ്ടോ? അയാളുടെ താപ്പാനയാ. നോക്കാം. ഈ ദേവദാസ് ആളാരാണെന്ന് അറിയാം. ഞാൻ തിരുവല്ലയിൽ ഇരിക്കുന്ന കാലത്ത് കൊച്ചി നടന്ന ഒരു രാധാ കൊലക്കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു 14 വയസ്സുകാരിയെ അമ്മയുടെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചതിന് കഴുത്ത് ഞെരിച്ച് കൊന്ന കേസ്. ആ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റിയവനാ ഈ ദേവദാസ്. உனக்கு ஜாலியா இருக்கா? ஜெகதி இங்க ஜெகதி இவர் எப்படி வந்தாரு இதுல? ஃபிட்டா தான் இருக்காரு. ஐயோ ஐயோ டேம் ஏரியா வேற. போலீஸுக்கே பயங்கர டஃப் கொடுக்குற. அப்படியே CBI ஹெல்ப்புக்கு தானே 2 இன்ஸ்பெக்டர் வாங்க, இது சப் இன்ஸ்பெக்டர் வாங்கினாங்க. அவரு தான் CBI. ஆனா இவங்க CBI டிவிஷன்ல போல. ஓ நல்ல வேலை. വരണം ഇരുതാട്ടെ. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു. ഒരല്പം തിരക്കിലായിരുന്നു. പേപ്പറിൽ ദിവസവും ആവശ്യം പോലെ ന്യൂസ് വരുന്നുണ്ടല്ലോ. CBIക്ക് പേപ്പർ പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ സാറേ? അതുപോട്ടെ, കാപ്പിയോ ചായയോ പാലും വെള്ളമോ അല്ല ബ്രാഹ്മണനായോണ്ട് ചോദിച്ചു പോയതാ. ഒന്നും വേണ്ട. ഞാൻ സാറിന്റെ കേസ് ഡയറി പരിശോധിച്ചു. ചില സംശയങ്ങളുണ്ട്. ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ആയിരുന്നു ഡ്രൈവർ വാസു. അയാളുടെ മൊഴി രേഖപ്പെടുത്തി കണ്ടില്ല. അത് ആവശ്യമില്ലെന്ന് തോന്നി. ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. സംശയം തീർക്കാൻ വേണ്ടിയെങ്കിലും ആ ഡോക്ടറെ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു. കഷ്ടം. മൊഴി വാമൊഴിയാണ്, ചിലപ്പോ തെറ്റാം, എനിക്കും തനിക്കും. ആസ് പെർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിനെ പ്രാധാന്യമുള്ളൂ. ബിക്കോസ് ഇറ്റ് ഇസ് എ സൈൻഡ് ഡോക്യുമെന്റ്. ഒരു മരണം ആത്മഹത്യയോ കൊലപാതകമോ ആണെന്ന് അറിയാൻ ഇത്രയും ബന്ധപ്പെടേണ്ട കാര്യമില്ല. തലയിൽ വല്ലതും ഉള്ളവനാണെങ്കിൽ സ്പോട്ടിൽ ചെന്ന് നിന്നാ മതി, മണത്തറിയും. ഞാൻ ചോദിച്ചതിനല്ല സാർ ഉത്തരം പറയുന്നത്. ഐ റിപ്പീറ്റ്, ഐ ആസ്ക്ഡ് അബൌട്ട് ദ ഡോക്ടർ ഹു കണ്ടക്ടഡ് ദ പോസ്റ്റ്മോർട്ടം. ഐ ഹാവ് എക്സ്പ്ലെയിൻ മൈ കൺക്ലൂഷൻസ്. ശരി സാർ, ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ടായിരുന്നു. സ്പോട്ടിൽ ചെന്ന് നിന്നാ മണത്ത് കണ്ടുപിടിക്കുന്ന ആളല്ലേ, പിന്നെ എന്തുകൊണ്ട് അത് കണ്ടുപിടിച്ചില്ല? ഹലോ, DYSP ദേവദാസ് സാറല്ലേ? ഇത് ഔസേപ്പച്ചനാന്നേ. ആ CBI-കാരന്മാര് 2 ആൾ രൂപമൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ഞാൻ നാരായണനെ വിളിച്ചിട്ടുണ്ട്. സാർ ഒന്ന് ഇങ്ങോട്ട് വരണേ. ഓ என்னன்னு தெரியுதா? டம்மி. எவரிதிங் ரெடி மிஸ்டர் விக்ரம்? எஸ் சார். டம்மி இങ്ങോട്ട്. எவ்வளவு சீக்கிரமா எடுத்து அந்த படத்துல போட்டாங்க. ഡമ്മിയുടെ വെയിറ്റും സെയിം ആണല്ലോ. ചെക്ക് ചെയ്തോ? കറക്റ്റ് ആണ് സാർ, ചെക്ക് ചെയ്തു. വെയിറ്റ്. ഒരാൾ വലിച്ചെറിയുന്ന പോലെ വേണം. ലൈക്ക് ദിസ്. കീപ് ഇറ്റ് ലൈക്ക് ദിസ്. യാ, ലൈക്ക് ദാറ്റ്. റെഡി? റെഡി സാർ. കം ഓൺ. വിക്രം, മാർക്കറ്റ്. യെസ് സാർ. ഹരി, ടേക്ക് ദ അതർ വൺ. ശരി സാർ. ഇത് ഒരാൾ തനിയെ ചാടിയാൽ എങ്ങനെയിരിക്കും അതുപോലെ വേണം ഇടാൻ. കീപ് ദ പൊസിഷൻ ലൈക്ക് ദിസ്, ദെൻ റോൾ ഇറ്റ്. தூக்கி போட்டா தள்ளி விட்டா ரெண்டுமே எப்படி இருக்குன்னு பாக்குறாங்க. See the difference? தூக்கி போட்டுருக்காங்க அப்படின்னா. You note the distance between two bodies? தூக்கி போட பக்கத்துலயே விழுந்து, I mean தள்ளி விட்டா தூக்கி போடதான் இவ்வளவு தூரம் வருது. Dummy 4 feet. Dummy to the wall. ஓ, இதுக்கு தான் மெஷர்மென்ட் டேப்லாம் கேட்டிருக்காங்க அதுல.
ஃபர்ஸ்ட் டமி First dummy to the wall, 12.5 feet. நான் கூட அதே டம்மியை தூக்கி போட வேண்டியதானே, திரும்ப எதுக்கு 2 டம்மி Second dummy வச்சிருக்காங்க? to the wall, 8 feet. இந்த கேப் கண்டுபிடிக்கிறதுக்கு போல இருக்குப்பா. How much is there? Dummy to dummy, 4 feet. Ah. First dummy to the wall, 12.5 feet. Second dummy to the wall, 8 feet. Good. இப்போ ஆக்சுவல் இதை வந்து செக் பண்ணுவாங்க. Over. Remove the dummies. Okay, sir. Remove it. ഇൻക്വസ്റ്റിൽ പറഞ്ഞ സ്ഥലത്താണ് ഡെഡ് ബോഡി കിടന്നിരുന്നതെങ്കിൽ വേറൊരാളുടെ സഹായം കൂടാതെ അത് അവിടെ ചെന്ന് വീഴുമോ? ഇല്ല സാർ. അപ്പോ അത് തന്നെ സാർ. സാറേ, ഈ CBI എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്, അല്ലാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല. ഇനി കാര്യങ്ങളുടെ പോക്ക് ഓവർ സ്പീഡിലായിരിക്കും നോക്കും. ഹലോ, அவர்கிட்ட கொளுத்தி போட்டு வந்துட்டாருப்பா அவரு. அவரு இப்ப பயத்துல இருக்காரு. സാർ ഡ്രോയിങ് അറിഞ്ഞിട്ടാங்க. ഇവിടെയാണ് ഓമനയുടെ ഡെഡ് ബോഡി കിടന്നിരുന്നത്. Yes, sir. ഭിത്തിയും ഡെഡ് ബോഡിയും തമ്മിൽ എത്രയാ ദൂരം ഉണ്ടായിരുന്നത്? 12.5. ആ, നമ്മുടെ രണ്ടാമത്തെ ഡമ്മി ഇട്ടില്ലേ, ആ. ആ ഡമ്മി എത്ര ദൂരത്തിലാ ചെന്ന് വീണത്? 8.8. അപ്പോ 2 ഡമ്മിയും തമ്മിൽ 4 ഫീറ്റിന്റെ വ്യത്യാസമുണ്ട്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എത്ര ശ്രമിച്ചാലും ശരി, ആ സ്ത്രീ സ്വയം ചാടിയതാണെങ്കിൽ ഇത്രയും ദൂരെ ചെന്ന് വീഴില്ല. തനിക്ക് എന്ത് തോന്നുന്നു? ശരിയാണ് സർ. തനിക്കോ? ഞാനൊരു വാദത്തിന് വേണ്ടി പറയുകയല്ല സാർ. ആ, ഒരുപക്ഷെ ഓമന വന്ന് വീണത് ഇവിടെ ആയിരിക്കും. തലയും കഴുത്തും മറ്റും പൊട്ടിയ വേദന കൊണ്ട് പിടഞ്ഞു ഉരുണ്ട് ഇവിടെ എത്തിയതാവാൻ പാടില്ലേ സാർ? ആ, യു ആർ കറക്റ്റ്. വേണമെങ്കിൽ ആ രീതിയിലും ചിന്തിക്കാം. ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോഗ്രാഫ്സ് എവിടെ? റൂമിലുണ്ട് സർ. Bring it. Blood ഇടുന്നുണ്ടോ? ഓമന മരിച്ചതിന് ശേഷമാണ് കൊണ്ടിട്ടതെങ്കിൽ ഡെഡ് ബോഡി ഉരുളുവോ? ജീവനോടെയാണോ വീണത് അതോ മരിച്ചതിന് ശേഷം കൊണ്ടിട്ടതാണോ എന്ന് നമുക്കറിയില്ലല്ലോ സാർ. பரவாயில்லை, நல்ல ஒரு கன்ஸ்ட்ரக்டிவான டீம். സപ്പോസ് ഹാരി പറഞ്ഞ പോലെയാണെങ്കിൽ ഡെഡ് ബോഡി ഇവിടെ വീണതിന് ശേഷം ഉരുണ്ട് ഇവിടെ എത്തിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് വാർന്നൊഴുകിയ രക്തത്തിന്റെ പാടുണ്ടാവണം. ഈ ഫോട്ടോയിൽ എവിടെയെങ്കിലും അങ്ങനെ രക്തത്തിന്റെ പാടുണ്ടോ നോക്കിയേ. ഇല്ലല്ലോ. ഇല്ല സാർ. ദാറ്റ് മീൻസ് അവരുടെ വീഴ്ച ഇവിടെ തന്നെ ആയിരിക്കണം. വാട്ട് യു സേ? ഐ എം സോറി സാർ. ഡോണ്ട് ഫീൽ സോറി. യു ആസ്ക് എ വെരി ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഈ ഫോട്ടോഗ്രാഫ് ചെക്ക് ചെയ്തത്. ഒരു കാര്യം കൂടെ ബോധ്യമായിരിക്കുന്നു, മരിച്ചതിന് ശേഷമാണ് ഓമനെ കൊണ്ടിട്ടിരിക്കുന്നത്. ജീവനോടെയാണ് കൊണ്ടിട്ടിരുന്നതെങ്കിൽ ആര് പറഞ്ഞതുപോലെ ആ ബോഡി ഉരുണ്ടിരിക്കും. അപ്പോ 12.5 അടി ആവില്ല ഈ ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഓമനയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് വേറെ എവിടെയോ വെച്ചാണ്. ஆல்ரெடி இறந்து போனவங்கள தூக்கி போட்டிருக்காங்க. அப்ப நினைச்ச ஷோல்டர்ல எதுக்கு வந்துட்டு ஏதோ சொட்ட மாதிரி இருந்துச்சு. வேணும் தலையில அடி போடும், கை கால் முடியும். Bring that sari. Yes, sir. ஆனா அவங்க எப்படி போய் செத்து போடுவாங்க? சாரி எல்லாம் வச்சுட்டு சுத்துறாங்க. போலீஸ் வேலைனாலே அப்படிதான். അതും ക്രൈം ബ്രാഞ്ചില പോണ അவ்வளோதான். நல்ல தைரியமா நல்லா இருக்கணும். അരയ്ക്ക് താഴെ മുറിവുകളായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില്ലല്ലോ. ഇല്ല സർ. അപ്പൊ ഈ ബ്ലഡ് ഇവിടെ എങ്ങനെ വന്നു? கீழே இருந்துச்சு கை கிட்ட. நம்ம ஸ்டார்டிங்ல பார்த்தோம் அது. இங்க இருந்தது, இங்க இருந்தது. നാളെ രാവിലെ തന്നെ ഈ സാരി ഫോറൻസിക് ടെസ്റ്റിന് അയക്കണം. യെസ് സർ. போதையில் வர மாதிரி இருக்கேன். ഇറങ്ങി വാടാ ഇവിടെ, ഇറങ്ങി വാടാ ഇവിടെ. അടുത്താണ് താനെ അവൻ തലയെ കൊടുക്കുது. ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് എന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? നീ നോക്കിക്കോ, നിന്നെ നിന്റെ ഈ വാന്റെ പടയും ഞെട്ടിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലും ഉണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. ഇറങ്ങി വേടാ. എന്താടാ നാരായണൻ അതിനും മാറില്ലടാ. വാടാ, ഇറങ്ങി വേടാ. பேச விட்டு ஏதாச்சும் க்ளூ கிடைக்குதான்னு பாக்குறாரு அவரு. വിക്രം, നീ എന്നെ പേടിപ്പിക്കണടാ. നീ പേടിക്കും, നീ എല്ലാം പേടിക്കും. ആണുങ്ങളെ പോലെ വന്ന നീ ഒക്കെ പേടിക്കും, നീ എല്ലാം പേടിക്കും, നിന്നെല്ലാം പറപ്പിക്കും. ഞാൻ ഡൽഹി പോവും. இது கன்ஃபார்ம் பண்ணிட்டு போறாரு இவரே. ഞാൻ ഡൽഹി പോവും. இப்ப நீங்க வீட்டுக்கு போகவே முடியாத மாதிரி இருக்கீங்க. എനിക്ക് പോകുന്നത് ഇല്ലെങ്കിൽ വിവരം കെട്ടവർ വല്ലതുമൊക്കെ വിളിച്ചു കൂവിന്നിരിക്കും നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ ജോലി അതല്ല. വിക്രം സർ. ഡ്രൈവർ വാസുവിന്റെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു സർ. അവൻ ഇവിടെ ഇല്ലെന്നാ അവന്റെ ഭാര്യ പറഞ്ഞ. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. യെസ് സർ. സർ, നമുക്ക് ഓമനയുടെ ബോഡി ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്താലോ? യെസ് വി വിൽ തിങ്ക് ഓഫ് ഇറ്റ്. ഹലോ, സേതുരാമൻ ഹിയർ. സോറി ഫോർ ഡിസ്റ്റർബ് യു അറ്റ് ദിസ് ലേറ്റ് നൈറ്റ്.
വാസുവിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് സാർ? ടൗണിലുള്ള ഹോട്ടൽ പ്രശാന്തിൽ റൂം നമ്പർ 108 மாட்டிக்கிட்டாரு. இந்த பிஜிஎம் இருக்கே. இன்வெஸ்டிகேஷன் ஷாம் மாஸ் பண்ணியிருக்காரு. அந்த பக்கம் காமெடிக்கும் ஒரு ட்ராக்கு, இந்த பக்கம் சேம் இதுலேயே வந்துட்டு இதுக்கும் மியூசிக் போட்டிருக்காரு. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങളാരാ? ரெண்டு பேரும் சேர்த்து போட்டு அவர் அமுக்க முடியலப்பா. வெளியே தான் மம்முக்கா இருக்காரு. அங்கே பிடிச்சாச்சு. கேமரா வரையாது. அப்படிதான் நினைக்கிறேன். ஆமா സാർ അവനെ ശ്രദ്ധിച്ചില്ലേ? there is no reaction on his face. കൺകാണിக்கிறாங்க അവനെ. see he is taking that paper. ഓമന കൊലക്കേസ് ഡ്രൈവർ വാസു ഒളിവിൽ. ഓമന കൊലക്കേസ് ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. അമ്പടാ, അവനെ പറ്റിയുള്ള വാർത്തകൾ വായിച്ചിട്ട് പോലും there is no reaction. ഓമന കൊലക്കേസ് ഔസേപ്പച്ചന്റെ വാടക കൊണ്ടയായ ഡ്രൈവർ വാസുവിനെ CBI തിരയുന്നു. he is a hard nut, won't crack so easily. ഹരി, bring him to my room. യെസ് സർ. ഓമനയുടെ മരണം നടന്ന ദിവസം രാത്രി എത്ര മണിക്കാണ് താൻ ഔസേപ്പച്ചനുമായി വീട്ടിലെത്തിയത്? 10 മണി കഴിഞ്ഞു കാണും. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഈ വാച്ച് ഉണ്ടായിരുന്നുകൊണ്ട്. ഓമനയുടെ മരണം കൊലപാതകമാണെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. അതിന് തനിക്കുള്ള പങ്ക് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. താനുള്ള സത്യം തുറന്നു പറഞ്ഞാൽ തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മാപ്പ് സാക്ഷിയായാൽ കോടതിക്ക് അലിവ് തോന്നി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. എല്ലാ തെളിവുകളും സാറിന്റെ പക്കലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സാർ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? എല്ലാം സാർ തന്നെ തീരുമാനിച്ചാ പോരെ. ഹരി, take it. தேங்க்யூ ஃபார் வாட்சிங் வித் அஸ். நம்ம அடுத்த பார்ட்ல சந்திப்போம். Bye பாய். bye.